നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സുരക്ഷാകാര്യ മന്ത്രിസഭയുടെ അംഗീകാരം. 11-അംഗ മന്ത്രിസഭാ കരാർ അംഗീകരിച്ചത് വോട്ടെടുപ്പിലൂടെ. സമ്പൂർണ്ണ മന്ത്രിസഭയുടെ തീരുമാനമുടൻ. മറ്റന്നാൾ മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. ഹജ്ജ് നിർവഹിക്കുന്നതിന് സ്വദേശികളായാലും വിദേശികളായാലും ഹജ്ജ് പെർമിഷൻ നിർബന്ധമാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. സൗദിയിൽ സന്ദർശക വിസയിലോ ഉംറ വിസയിലോ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം. കുവൈറ്റിൽ പൗരത്വം പിൻവലിക്കൽ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക്. വ്യാജരേഖകൾ ചമച്ച് പൗരത്വം നേടിയ 1,00,000-ഓളം പേരുടെ പൗരത്വമാണ് ഇതുവരെ റദ്ദാക്കിയത്. നിരവധി പ്രമുഖർക്ക് കർശന നടപടികളെ തുടർന്ന് പൗരത്വം നഷ്ടമായി. കുവൈറ്റിൽ സെലക്റ്റീവ് ടാക്സേഷൻ നിയമം വരുന്നു. ടാക്സേഷൻ നടപ്പാക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായ ചരക്കുകൾ ലക്ഷ്യമിട്ട്. നിയമം നടപ്പാകുന്നതോടെ പ്രതിവർഷം 200 ദശലക്ഷം കുവൈറ്റി ദിനാർ എത്തുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്രത്തിനെ പരോക്ഷമായി വിമർശിച്ച് ഗവർണറുടെ നയപ്രഖ്യാപനം. GST നഷ്ടപരിഹാരം ഇല്ലാത്തതും ഗ്രാന്റുകൾ കുറഞ്ഞതും സാമ്പത്തിക പ്രതിസന്ധി കൂട്ടുന്നുവെന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വയനാട് പുനരധിവാസം സർക്കാരിന്റെ കടമയെന്നും ടൗൺഷിപ്പ് 1 വർഷത്തിനകമെന്നും നയപ്രഖ്യാപന പ്രസംഗം. വിശദമായി നോക്കാം. ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സുരക്ഷാകാര്യ മന്ത്രിസഭയുടെ അംഗീകാരം. 11-അംഗ മന്ത്രിസഭ വോട്ടെടുപ്പിലൂടെയാണ് കരാറിന് അംഗീകാരം നൽകിയത്. ഇതേ തുടർന്ന് കരാർ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടു. 33-അംഗ മന്ത്രിസഭയുടെ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് വിവരം. മന്ത്രിസഭായോഗം അനുമതി നൽകിയാൽ ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. കരാറിന് അംഗീകാരം ലഭിക്കുന്നതോടെ 15 മാസം നീണ്ട യുദ്ധത്തിനാണ് വിരാമമാകുന്നത്. ഹജ്ജ് നിർവഹിക്കുന്നതിന് സ്വദേശികളായാലും വിദേശികളായാലും ഹജ്ജ് പെർമിഷൻ നിർബന്ധമാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. സൗദിയിൽ സന്ദർശക വിസയിലോ ഉംറ വിസയിലോ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജിദ്ദ സൂപ്പർഡോമിൽ നടക്കുന്ന ഹജ്ജ് എക്സ്പോയിൽ എത്തിയപ്പോഴാണ് സുരക്ഷാ വക്താവിന്റെ പ്രതികരണം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പവലിയൻ നിരവധി പേർ സന്ദർശിച്ചു. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് എല്ലാവർക്കും ഹജ്ജ് പെർമിഷൻ അഥവാ തസ്രീഹ് നിർബന്ധമാണ്. സന്ദർശക വിസയിലോ ഉംറ അടക്കമുള്ള മറ്റു വിസയിലോ സൗദിയിലെത്തുന്നവർക്ക് ഹജ്ജിന് അനുമതിയില്ലെന്നും ആവർത്തിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതുസുരക്ഷാ വക്താവ് കേണൽ തലാൽ അബ്ദുൽ മുഹസിൻ അൽ സൽഹൂബി മലയാള മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. شارك وزارة الداخلية في معرض ومؤتمر الحج المقام في نسخته الرابعة في مدينة جدة على حملاتنا التوعوية الخاصة بحملة لا حج بلا تصريح. تؤكد وزارة الداخلية أنه لا يحق لحامل التأشيرات السياحية أو الزيارة بالحج، ويسمح فقط لحاملي التأشيرات الحج. كذلك ما يتعلق بالمواطن والمقيم بتصاريح الحج الخاصة الصادرة من الجهات المختصة بالتنسيق مع وزارة الحج. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ സൂപ്പർഡോമിൽ വെച്ച് നടക്കുന്ന ഹജ്ജ് എക്സ്പോയിൽ പങ്കെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് അവസരമുണ്ടായതായും സൗദി ഭരണാധികാരികൾ ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും AI സംവിധാനങ്ങളടക്കം ഹാജിമാരുടെ സേവനത്തിനും സുരക്ഷയ്ക്കും ഉപയോഗപ്പെടുത്തുന്നതും സന്ദർശകരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഹജ്ജ് ഉംറ സേവനവുമായി ബന്ധപ്പെട്ട 4 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഹജ്ജ് സമ്മേളനവും എക്സിബിഷനും ജിദ്ദ സൂപ്പർഡോമിൽ സമാപിച്ചു. ന്യൂസ്കിലേക്കുള്ള പാത എന്ന തലക്കെട്ടിലായിരുന്നു ഈ വർഷത്തെ സമ്മേളനം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നിരവധി കരാറുകൾ ഒപ്പുവെച്ചു. ജിദ്ദയിലെ സൂപ്പർഡോമിൽ 50,000 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയ ഹജ്ജ് ഉംറ സേവനവുമായി ബന്ധപ്പെട്ട 4ാമത് അന്താരാഷ്ട്ര ഹജ്ജ് സമ്മേളനവും എക്സിബിഷനും സമാപിച്ചു. 4 ദിവസത്തെ പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, അംബാസഡർമാർ, ഹജ്ജ് വകുപ്പ് മേധാവികൾ, ഇസ്ലാമിക പണ്ഡിതന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. 120 പ്രഭാഷണങ്ങൾ നടന്നു. ഇന്ത്യയിൽ ഹജ്ജിന്റെ ചുമതലയുള്ള കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി
കിരൺ റിജു ഈ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ വെച്ചായിരുന്നു ഹജ്ജ് കരാർ ഒപ്പുവെച്ചത്. കേരളത്തിൽ നിന്ന് പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂരും പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഹജ്ജ് കോൺഫറൻസ് ആണിത്. എക്സിബിഷനിൽ പ്രവാചക കാലത്തെ പ്രവാചക പള്ളിയും മദീനയിലെ പ്രവാചക കാലത്തെ ജനങ്ങളുടെ ജീവിതവും VR ഹെഡ്സെറ്റിൽ നേരിൽ കാണാൻ സാധിച്ചത് വലിയ അനുഭവമായി സന്ദർശകർ പറഞ്ഞു. ഹജ്ജിന്റെ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് പങ്കെടുത്തതോടെ വളരെ അധികം സ്റ്റാളുകളുണ്ട്. ഒരു 100-ൽ പരം സ്റ്റാളുകളുണ്ട്. ഇവിടെ AI ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മദീനത്ത് നമ്മൾ മദീന തുടക്കം മുതൽ ഏകദേശം മസ്ജിദ് നബിയുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് മുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കാബയുടെ ഉൾഭാഗവും ഹറമൈൻ ട്രെയിൻ, ഹജറുൽ അസ്വദ്, ക്ലോക്ക് ടവർ അടക്കമുള്ളവയുടെ മാതൃകയും ഹജ്ജ് സേവനത്തിന് സൗദിയിലെ വിവിധ മന്ത്രാലയങ്ങൾ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളും സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്ക് AI ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അറിയാനും മനസ്സിലാക്കാനും സന്ദർശകർക്ക് സാധിച്ചു. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പൗരത്വം പിൻവലിക്കൽ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക്. വ്യാജരേഖകൾ ചമച്ച് കുവൈറ്റി പൗരത്വം നേടിയ 500,000 പേരുടെ പൗരത്വമാണ് ഇതിനകം റദ്ദാക്കിയത്. മുൻ പാർലമെന്റ് അംഗം ഉൾപ്പെടെ നിരവധി പ്രമുഖർക്കാണ് ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ കർശന നടപടികളെ തുടർന്ന് പൗരത്വം നഷ്ടമായിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി സുരക്ഷാ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനും ഇതേ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ 3 മക്കൾക്കും പൗരത്വം നഷ്ടമായി. സിറിയൻ പൗരനായ ഇയാളുടെ പിതാവ് വ്യാജരേഖകൾ ചമച്ച് നേടിയ കുവൈറ്റി പൗരത്വത്തിന്റെ പിന്തുടർച്ചയായാണ് 10ാം വയസ്സിൽ ഇയാൾക്കും പൗരത്വം ലഭിച്ചത്. എന്നാൽ 2016-ൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കവേ ഇത് സംബന്ധിച്ച് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിരുന്നുവെങ്കിലും ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരാതി ഒതുക്കുകയായിരുന്നു. ഇയാളുടെ 3 മക്കളെയും മന്ത്രാലയത്തിലെ ഉയർന്ന പദവികളിൽ നിയമിക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിൽ ആരോഗ്യത്തിന് ഹാനികരമായ ചരക്കുകൾ ലക്ഷ്യമിട്ട് സെലക്റ്റീവ് ടാക്സേഷൻ നിയമം തയ്യാറാക്കുന്നു. ധനകാര്യമന്ത്രി നോറ അൽ ഫസം ആണ് ഇക്കാര്യം അറിയിച്ചത്. ലെവികൾ പ്രതിവർഷം 200 ദശലക്ഷം കുവൈറ്റി ദിനാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേറ്റ് വരുമാനത്തിനുമേൽ നികുതി ചുമത്തുന്നത് ഉടൻ തന്നെ സ്വീകരിക്കുമെന്നത് പ്രതീക്ഷിക്കുന്ന പ്രധാന നടപടികളിലൊന്നാണെന്ന് അൽ ഫസം പറഞ്ഞു. നികുതി ആവശ്യങ്ങൾക്കായുള്ള വിവര കൈമാറ്റത്തിനായുള്ള നിയമവും മൾട്ടിനാഷണൽ എൻട്രികൾക്ക് നികുതി ചുമത്തുന്നതിനുള്ള ഡിക്രിയും ഇവർ പ്രത്യേകമായി സൂചിപ്പിച്ചു. അന്താരാഷ്ട്ര നികുതി വെട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നതിനും കൂടുതൽ സുതാര്യമായ നികുതി അന്തരീക്ഷം നടപ്പിലാക്കുന്നതിനു മുന്നിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. UAE-യിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് 1 ലക്ഷം തൈകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് പരിസ്ഥിതി മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും സംയുക്തമായി തുടക്കം കുറിച്ചു. പ്ലാന്റ് ദി എമിറേറ്റ്സ് ദേശീയ പരിപാടിയുടെ കീഴിൽ കൃഷി, നടീൽ, ഹരിതവൽക്കരണ ശ്രമങ്ങൾ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. സുസ്ഥിര കൃഷിയോടുള്ള UAE-യുടെ പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തുന്ന പദ്ധതി കാർഷിക ഉൽപ്പാദനത്തിലും ദേശീയ സുരക്ഷയിലും സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലൈനിലെ മുഹമ്മദ് ബിൻ ഖാലിദ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ ആദ്യ ബാച്ച് ഈന്തപ്പന തൈകൾ വിതരണം ചെയ്തു. വിവിധ സ്കൂളുകളിൽ വിത്തുകൾ വിതരണം ചെയ്യുന്നതിനും നടുന്നതിനും സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ സൊസൈറ്റിയും ഈ സംരംഭത്തിൽ പങ്കാളികളാണ്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ നവകേരള നിർമ്മാണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണ്. വയനാട് പുനരധിവാസം സർക്കാരിന്റെ കടമയെന്നും ടൗൺഷിപ്പ് 1 വർഷത്തിനകം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. GST വിഹിതം കൃത്യമായി കിട്ടുന്നില്ലെന്ന് കേന്ദ്രത്തിന് പരോക്ഷ വിമർശനവും ഗവർണർ നടത്തി. By ensuring the completion of the township within 1 year. My government is committed to take initiatives to build a disaster-resilient Kerala. My government, with its own initiatives and required help from the Union government, will take all the possible steps to build capabilities to cope with the impact of climate change, which is being felt here as in other parts of the world. സർക്കാരിന് തിരിച്ചടി. തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷന്റെ തലപ്പത്ത് B. അശോകനെ നിയമിച്ച ഉത്തരവ് സ്റ്റേ ചെയ്തു. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് നടപടി. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ സംബന്ധിച്ച് ചട്ടങ്ങൾ പാലിക്കാതെയാണ് B. അശോകിന്റെ നിയമനമെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ഇതോടെ B. അശോകിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാം. ടിങ്കു ബിസ്വാളിനെ തുടക്കത്തിൽ കൃഷി വകുപ്പിലേക്ക് നിയമിച്ച നടപടി അസാധുവായി.
കേന്ദ്ര IAS ഡെപ്യൂട്ടേഷൻ ചട്ടങ്ങളും ഇത് സംബന്ധിച്ച നിരവധി സുപ്രീംകോടതി വിധികൾക്കുമെതിരെയാണ് പുതിയ നിയമനമെന്നാണ് B. അശോക് ട്രിബ്യൂണലിൽ വാദിച്ചത്. കേഡർ പദവിയിലിരിക്കുന്ന IAS ഉദ്യോഗസ്ഥനെ പുറത്തേക്ക് നിയമിക്കുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങണമെന്ന ചട്ടം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി നിയമനം റദ്ദു ചെയ്യാൻ ആവശ്യപ്പെട്ട് B. അശോക് ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. കേസായതോടെ ടിങ്കു ബിസ്വാണിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തിടുക്കത്തിൽ സർക്കാർ നിയമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ B. അശോകിന്റെ വാദം ട്രിബ്യൂണൽ അംഗീകരിച്ചതോടെ അദ്ദേഹത്തിന് കൃഷിവകുപ്പിൽ തുടരാം. ഇതോടെ ടിങ്കു ബിസ്വാണിന്റെ നിയമനവും അസാധുവായി മാറി. ഇത് സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിൽ പാലിക്കേണ്ട അടിസ്ഥാന നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് B. അശോകിനെ തദ്ദേശ വകുപ്പ് ഭരണപരിഷ്കാര കമ്മീഷനായി നിയമിച്ചതെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ശമ്പളവും വാഹനവും തടസ്സം വരാത്ത രീതിയിൽ നിയമനം ക്രമീകരിക്കാമെന്ന് സർക്കാർ അഭിഭാഷകൻ വാദിച്ചെങ്കിലും അതുവരെ സീനിയർ IAS ഉദ്യോഗസ്ഥൻ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങണോ എന്നാണ് ട്രിബ്യൂണൽ ചോദിച്ചത്. B. അശോകിന്റെ ഇടക്കാലാപേക്ഷ അനുവദിച്ച് ഡെപ്യൂട്ടേഷൻ നിയമനം സ്റ്റേ ചെയ്ത് വിശദ മറുപടി സമർപ്പിക്കാൻ സർക്കാരിന് ഒരാഴ്ച സമയം നൽകി. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. N. പ്രശാന്ത് IASനെതിരെ നടപടിയുണ്ടായ വേളയിൽ അദ്ദേഹത്തെ അനുകൂലിച്ചതിനാലാണ് B. അശോകിനെ തിടുക്കത്തിൽ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് നിയമിച്ചതെന്ന ആരോപണവും ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാറശാല ഷാരോൺ കൊലക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് നെയ്യാറ്റിങ്കര കോടതി. രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു. ഗ്രീഷ്മയുടെ അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ ശിക്ഷ നാളെ വിധിക്കും. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാരോണിന്റെ സഹോദരൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിലാണ് ഒന്നാം പ്രതിയും ഷാരോണിന്റെ കാമുകിയുമായിരുന്ന ഗ്രീഷ്മയും മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്. ഗ്രീഷ്മയ്ക്കെതിരായ കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ എന്നിവ അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. മൂന്നാം പ്രതി നിർമ്മലകുമാരൻ തെളിവ് നശിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിലാണ് അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടത്. 1ഉം 3ഉം പ്രതികൾക്കുള്ള ശിക്ഷ അഡീഷണൽ സെഷൻസ് കോടതി MA ബഷീർ വിധിക്കും. കാമുകിയായ ഗ്രീഷ്മ ഷാരോണിനെ 2022 ഒക്ടോബർ 14 വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഏറെ വെല്ലുവിളി നിറഞ്ഞ കേസായിരുന്നു ഇതെന്നും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നതിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ AJ ജോൺസൺ വ്യക്തമാക്കി. പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും. വളരെയധികം ഒരു ചാലഞ്ചസ് നമുക്ക് ഇതിനകത്തുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ കാപ്പിക്കെന്ന വിഷം കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം, ഒരു ഇൻവെസ്റ്റിഗേഷൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിന്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത്. രണ്ടാം പ്രതി സിന്ധുവിനെ ഒഴിവാക്കിയതിൽ ഷാരോണിന്റെ കുടുംബം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി വിധി അംഗീകരിക്കുന്നതായും കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഷാരോണിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു. പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. രണ്ടാം പ്രതിക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം കോടതി വിധി പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. കേസിൽ ജാമ്യത്തിലായിരുന്ന പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചതോടെ ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കിയ ശേഷം അട്ടക്കുളങ്ങരയിലെ ജയിലിലേക്ക് മാറ്റി. അപ്പോഴും ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്ന ഗ്രീഷ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും തയ്യാറായില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബ്രൂവറി വിവാദത്തിൽ കൂടുതൽ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. കഞ്ചിക്കോട് ബ്രൂവറി നടത്താൻ അനുമതി നൽകിയ ഒയാസിസ് കമ്പനി ഉടമകൾ ഡൽഹി മദ്യനയ കേസിൽ ഉൾപ്പെട്ടവരാണെന്ന് പ്രതിപക്ഷ നേതാവ്. കമ്പനിയിലെ പ്രധാനിയായ ഗൗതം മൽഹോത്ര പണത്തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. പഞ്ചാബിൽ ഈ കമ്പനി മലിനീകരണമുണ്ടാക്കി. കമ്പനിക്ക് ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്ലാന്റുമായി സർക്കാർ മുന്നോട്ടു പോയാൽ പ്രതിപക്ഷം സമരവുമായി രംഗത്തിറങ്ങുമെന്നും VD സതീശൻ പറഞ്ഞു. ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. രഹസ്യമായിട്ടാണ് നയം മാറിയതുപോലെ ഇപ്പോഴാണ് നിങ്ങൾ അറിയണത്. ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞില്ല. ഒരു നടപടിക്രമം വേണ്ടേ? ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതുമായി മുന്നോട്ട് നീങ്ങിയാൽ ഒരു കാരണവശാലും കഞ്ചിക്കോട് ഈ ലിക്കർ പ്ലാന്റ് അനുവദിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. പാലക്കാട് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ്. നൃത്ത പരിപാടിക്കിടെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. എല്ലാവരും ചേർത്ത് പിടിച്ചതിൽ സന്തോഷമെന്ന് ഉമാ തോമസ് പറഞ്ഞപ്പോൾ നാടാകെ MLAയെ ചേർത്ത് പിടിച്ചെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ആശുപത്രിയിലെത്തിയ ശേഷം ആദ്യമായാണ് ഉമാ തോമസിന്റെ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല.
അങ്ങനെ ഈ പരിപാടിക്ക് പോയത് ഓർമ്മയിലില്ല. തീർത്തും ഓർമ്മയില്ല. അതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഈ വിഷ്വൽസ് വരുന്നത് അതെ പേടിയാവും. അപകടത്തിന് ശേഷം ആദ്യമായി ബോധം തെളിഞ്ഞപ്പോൾ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പരിപാടിക്ക് പോയതുപോലും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. എല്ലാവരും ചേർത്ത് പിടിച്ചതിലെ സന്തോഷം ഉമാ തോമസ് പങ്കുവച്ചു. പ്രതീക്ഷിക്കാത്തതാണെങ്കിലും കാണുന്നതിനുള്ള വിഷമമുണ്ടെങ്കിലും കാണുന്ന സന്തോഷം തന്നെ എല്ലാരും ചേർത്ത് പിടിച്ചു. അതെ നാടാകെ ചേർന്നു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹൻ എന്നിവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകടത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് വളരെ വേഗം തിരിച്ചുവന്ന ഉമാ തോമസിനെ 10 ദിവസം മുമ്പ് മുറിയിലേക്ക് മാറ്റിയിരുന്നു. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച ഉമാ തോമസിനെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാട്ടിയാണ് ഡോക്ടർമാർ ആഘാതം വെളിപ്പെടുത്തിയത്. ഞാൻ 4ാമത്തെ ദിവസം കാണിച്ചു കൊടുത്തു. ICU വെച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊന്ന് കാണും, കാണിച്ചു കൊടുത്തു. ഇനി പോകണ്ട, എനിക്ക് മനസ്സിലായി. ഓപ്പറേഷൻ തന്നെ കാണുന്നത് കഷ്ടമാണ്. ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ചികിത്സാ രീതികൾ അവലംബിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 29-ാം തീയതി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിക്കിടെയാണ് സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത്. ഇവര് പറയുന്നത് ഇപ്പൊ ഇവർക്ക് വിധേയിച്ചിട്ട് എന്നിട്ട് സർ അസംബ്ലി പോകണമെന്ന് പറഞ്ഞിരിക്കുക. എന്നോട് പറഞ്ഞു എന്ത് പോകുന്നതാണ് ചോദിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം വീണ്ടും സംസ്കരിച്ചു. ഹൈന്ദവാചാരപ്രകാരം സമാധി ചടങ്ങുകൾ നടത്തിയായിരുന്നു സംസ്കാര ചടങ്ങുകളെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം നാമജപ ഘോഷയാത്രയായിട്ടാണ് കല്ലറയിലെത്തിച്ചത്. മരണത്തിലെ ദുരൂഹത മാറ്റാൻ കുടുംബാംഗങ്ങളെ വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യും. വിവാദ കോലാഹലങ്ങൾക്കിടെ നെയ്യാറ്റിൻകര ആറാലമൂട് സ്വദേശിയായ മണിയൻ എന്ന ഗോപൻ സ്വാമിയുടെ സമാധി ചടങ്ങുകൾ നടന്നു. കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റിയ കല്ലറയ്ക്ക് പകരം വിശാലമായ കല്ലറയാണ് സമാധിക്കായി ഒരുക്കിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ മൃതദേഹം നാമജപ ഘോഷയാത്രയായി ആറാലമൂട്ടിലെ കുടുംബ വീടിനോട് ചേർന്ന് സംസ്കാര സ്ഥലത്തേക്ക് എത്തിച്ചു. പൂർണ്ണമായ ഹൈന്ദവാചാര പ്രകാരമുള്ള സമാധി ചടങ്ങുകളോടെയായിരുന്നു സംസ്കാരം. ചെങ്കൽ ക്ഷേത്രത്തിലെ സന്യാസിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിവിധ ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം കേസിലെ ദുരൂഹത മാറ്റാനുള്ള പോലീസ് അന്വേഷണം തുടരും. വരും ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്യും. ആദ്യ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായിരുന്നവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. അതിനാൽ മരണത്തിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ 10 ദിവസമായി ഭീതി പരത്തിയിരുന്ന കടുവ ഒടുവിൽ കൂട്ടിലായി. വ്യാഴാഴ്ച രാത്രിയോടെ തുപ്രയിൽ കേശവന്റെ വയലിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണക്കാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 5 കൂടുകളാണ് സ്ഥാപിച്ചിരുന്നത്. നാടിനെ വിറപ്പിച്ച കടുവ കൂട്ടിലകപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. 8 വയസ്സുള്ള പെൺകടുവയാണ് കൂട്ടിലായത്. 11 ദിവസം വനംവകുപ്പിന്റെയും വെറ്ററിനറി സംഘത്തിന്റെയും RRDയുടെയും സംഘങ്ങൾ മയക്കോടി വെക്കാനായി വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചും പരിശോധന നടത്തിയിരുന്നു. ആളുകൾ പരിഭ്രാന്തിയിൽ തുടരുന്നതിനിടെയാണ് കടുവ കെണിയിൽ കുടുങ്ങിയത്. കടുവയെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. പരിക്കുള്ള കടുവയ്ക്ക് തുടർ ചികിത്സ നൽകുമെന്ന് ചെതലയം റേഞ്ചർ പറഞ്ഞു. കടുവ കുറച്ച് ക്ഷീണിതനായിട്ടാണ് കാണുന്നത്. ആരോഗ്യ നില കൂടുതൽ വിശദമായ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. അതിന് നൽകേണ്ട ചികിത്സകളെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ നൽകും. ശേഷം കടുവയെ തുടർ നടപടികൾ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്നതാണ്. 5 ആടുകളെയും പ്രദേശത്തു നിന്നും കടുവ പിടിച്ചിരുന്നു. ചൊവ്വാഴ്ചയാണ് അവസാനമായി കടുവ ആടിനെ കൊന്നത്. തൂപ്രയിൽ റോഡ് മുറിച്ചു കടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതിനു പിന്നാലെയാണ് കടുവ കൂട്ടിൽ കുടുങ്ങിയത്. അമൃത ന്യൂസ്, വയനാട്. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. തുടർച്ചയായ 3-ാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത്. ഇന്ന് പവന് 480 രൂപയാണ് ഉയർന്നത്. 1 പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില 59,600 രൂപയാണ്. ഇന്നലെ 400 രൂപ വർദ്ധിച്ച് വില 59,000 കടന്നിരുന്നു. ഗ്രാമിന് 60 രൂപയാണ് ഇന്ന് കൂടിയത്.
ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് വീട്ടിൽ വെച്ച് കുത്തേറ്റ സംഭവത്തിൽ പിടിയിലായ ആൾ പ്രതിയല്ലെന്ന് ബാന്ദ്ര പോലീസ്. ഇയാൾക്ക് കേസുമായി ബന്ധമില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. നേരത്തെ പ്രതി ഫ്ളാറ്റിലെ ഫയർ എക്സിറ്റ് വഴി പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതേസമയം ശരീരത്തിൽ 6 കുത്തേറ്റ നടൻ സെയ്ഫ് അലി ഖാൻ സുഖം പ്രാപിച്ചു വരികയാണ്. ഫ്ളാറ്റിൽ ആദ്യം അക്രമിയെ കണ്ടതും നേരിട്ടതും നഴ്സും മലയാളിയുമായ ഏലിയാമ്മ ഫിലിപ്പാണ്. ഇവരുടെ പരാതിയിലാണ് വധശ്രമം അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുനമ്പം വിഷയം മുസ്ലിം ക്രിസ്ത്യൻ വിഷയമായി കാണരുതെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. വർഷങ്ങളായി മുനമ്പത്ത് താമസിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ലീഗും സമസ്തയും തമ്മിൽ പ്രശ്നമില്ലെന്നും അത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും തങ്ങൾ പറഞ്ഞു. അതിപ്പോൾ മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് പോകാൻ പാടില്ല. ആ നിലക്കാണ് മുസ്ലിം ലീഗ് അതിനെ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചു. അതുപോലെ ഞങ്ങൾ മുനമ്പത്ത് ബിഷപ്പ്മാരുടെ കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങളുടെ തീരുമാനം എന്താ വെച്ചാൽ അത് സർക്കാർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളത് തന്നെയാണ്. സംസ്ഥയുമായിട്ട് ലീഗിന് പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ലീഗും സമസ്തയൊക്കെ എന്നും ഒരുമിച്ച് പോകുന്നതാണ്. ലീഗിൻ്റെ നേതാക്കൾ സമസ്തയുടെ നേതാക്കൾ ഇപ്പം അന്യോന്യം പരസ്പരം ബന്ധപ്പെടുന്നവരാണ്. ലീഗിലുള്ളവർ സമസ്തയിലുണ്ട്, സമസ്തയിലുള്ള ലീഗിലുണ്ട്. അതല്ലാതെ ലീഗും സമസ്തയും തമ്മിലൊരു ഏറ്റുമുട്ടലൊന്നും ഒരു കാലത്തുണ്ടായിട്ടില്ല. അതൊക്കെ നിങ്ങൾ PV അൻവറെ UDFിൽ എടുക്കണോ വേണ്ടയോ എന്ന് UDF തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ പ്രഖ്യാപിച്ച പിന്തുണ സ്വീകരിക്കണമോ എന്ന് മുന്നണി തീരുമാനിക്കും. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മോഹൻ ഭാഗവത് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണെന്നും ഇതിനെതിരെ കേസെടുക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. ഇത്തരം കാര്യങ്ങൾ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ അപ്പോൾ ആ സമയത്ത് അവരൊരു തീരുമാനം എടുക്കും. അല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ പിന്തുണയാണെന്ന് UDF. നല്ല കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ UDFിൻ്റെ ഏകോപന സമിതി കൂടണം, തീരുമാനിക്കണം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കണം. ആ 2 യോഗങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകും. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ അവഹേളിച്ചുകൊണ്ടാണ്, സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലെ കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊള്ളാത്ത BJPയും RSSും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര സേനാനികളെയും രക്തസാക്ഷികളെയും അപമാനിക്കുന്ന രീതിയിലാണ് പ്രസ്താവന നടത്തിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. ജനിതക പരിശോധനകൾക്കായി അമൃത സ്കൂൾ ഓഫ് മെഡിസിനിൽ പ്രവർത്തനം ആരംഭിച്ച സൈറ്റോജെനറ്റിക്സ് ലാബിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. ക്രോമസോം വിശകലനത്തിൽ ജിനോമിക് മൈക്രോ അറേ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ തന്നെ അപൂർവം കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. പാരമ്പര്യ രോഗങ്ങൾ, ക്യാൻസറുകൾ, മറ്റ് ജനിതക രോഗങ്ങൾ ഉൾപ്പെടെ വിവിധ തരം സാമ്പിളുകളുടെ പരിശോധന ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന കേരളത്തിലെ ഒരേയൊരു പരിശോധനാ കേന്ദ്രം കൂടിയാണ് അമൃത ആശുപത്രിയിലേതെന്ന് സൈറോജെനറ്റിക്സ് വിഭാഗം മേധാവിയും അമൃത ആശുപത്രി ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ വിദ്യാച്ച പറഞ്ഞു. വാർഷികാഘോഷ ചടങ്ങിൽ അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ആശംസകൾ അർപ്പിച്ചു. ലാബിലെയും അനുബന്ധ വിഭാഗങ്ങളിലെയും ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞർക്കും ആരോഗ്യ പ്രവർത്തകർക്കും അദ്ദേഹം ഉപഹാരങ്ങൾ സമ്മാനിച്ചു. താപാസ് മാർഷൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച അരുണ പ്രദീപിനെ അനുമോദിച്ചു. പത്തനംതിട്ട മണിപ്പുഴ ഗായത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മാതാ അമൃതാനന്ദമയി മഠം തിരുവല്ല മഠാധിപതി സ്വാമിനി ഭവ്യാമൃത പ്രാണ ഉദ്ഘാടനം ചെയ്തു. 1 മിനിറ്റിൽ 120 ഓടുകൾ തകർത്താണ് അരുണ റെക്കോർഡ് കരസ്ഥമാക്കിയത്. അതിൽ 100 എണ്ണം സ്വന്തം വയറ്റിൽ വെച്ച് ചുറ്റിക കൊണ്ടും 20 എണ്ണം സ്വന്തം കൈകൊണ്ട് പൊട്ടിക്കുകയുമായിരുന്നു. തുകലശ്ശേരി അമൃത വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അരുണ പ്രദീപ് 2 വർഷമായി രതീഷ് താപ്പയുടെ കീഴിൽ കരാട്ടെ അഭ്യസിക്കുന്നുണ്ട്. ചടങ്ങിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണി, തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, തിരുവല്ല DYSP S ആഷാദ്, താപാസ് മാർഷൽ അക്കാദമി പ്രസിഡന്റ് K രംഗനാഥ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ജെൻഡർ ടെക് കോൺഫറൻസിന് കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ തുടക്കമായി. കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൗധരി ചടങ്ങിൽ മുഖ്യാതിഥിയായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് 19-ന് സമാപിക്കും. വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലെ സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസും യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺസ് എംപവർമെന്റുമായി സഹകരിച്ചാണ് ജെൻഡർ ആൻഡ് ടെക്നോളജി കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി ഓൺ സോഷ്യൽ ഇംപ്ലിക്കേഷൻ, SSIT കേരള ചാപ്റ്റർ എന്നിവരാണ് മറ്റു പ്രധാന സ്പോൺസർമാർ.
പ്രഭാഷണ പരമ്പരകൾ, മെഗാ ഹാക്കത്തോൺ, ക്ലാസുകൾ, പ്രദർശനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് കോൺഫറൻസിന്റെ ഭാഗമായി അമൃതപുരിയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ സെക്ഷനുകളിലായി 50ഓളം പ്രഗത്ഭർ സംസാരിക്കും. അമൃതപുരി ക്യാമ്പസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൗധരി മുഖ്യാതിഥിയായി. This conference timing is also significant as we approach the 30th anniversary of Beijing Declaration and Platform for Action on the most comprehensive global commitment to advancing women's rights. ഐക്യരാഷ്ട്രസഭയുടെ ടെക് എൻവോയി സെക്രട്ടറി ജനറൽ ഡോക്ടർ മെഹ്ദി സ്നീൻ, യുനെസ്കോ സൗത്ത് ഏഷ്യ റീജിയണൽ ഓഫീസ് ഡയറക്ടർ ഡോക്ടർ ടീം കേർട്ടിസ്, IEE കേരള മുൻ ചെയർ പ്രൊഫസർ മുഹമ്മദ് കാസിം എന്നിവർ സന്നിഹിതരായി. സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീൻ ഡോക്ടർ ഭവാനി റാവു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂറോപ്പ് മാതാ അമൃതാനന്ദമയി സെന്റർ ഡയറക്ടർ സ്വാമി ശുഭാമൃതാനന്ദപുരി, അമൃത സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസസ് ഡീൻ ഡോക്ടർ ഗീതാകുമാർ എന്നിവർ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയും നാളെ പ്രഖ്യാപിക്കും. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള 11 പ്രഖ്യാപിക്കുക. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 10 വരെയാണ് ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുക. കറാച്ചിയിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ നേരിടും. അതേസമയം ജനുവരി 22 മുതലാണ് ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കുക. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.